ഈ ചെറിയ പയ്യന് താറാക്കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ അത് വാങ്ങാൻ അവന്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് അവൻ അതിനെ തൊട്ടുനോക്കി തന്റെ ആഗ്രഹം തീർക്കുകയാണ്. അങ്ങനെയിരിക്കുമ്പോൾ ആ കടയിൽ ഒരു താറാമുട്ട മാത്രം വിരിയാതെ ഇരിക്കുന്നുണ്ടാകും. അത് കടയുടെ ഓണർ എടുത്ത് വേസ്റ്റിലേക്ക് ഇടുന്നു. അത് കണ്ട പയ്യൻ ആ ഷോപ്പ് ക്ലീൻ ചെയ്യുന്നത് പോലെ അഭിനയിച്ച് ആ വേസ്റ്റ് ബാസ്ക്കറ്റിനടുത്തേക്ക് പോയി ആ മുട്ട എടുക്കുന്നു. നോക്കിയാൽ അതിന് ചെറിയ ചൂടൊക്കെയുണ്ട്. ഉടനെ അവൻ ആരും കാണാതെ ആ മുട്ട തന്റെ പോക്കറ്റിലിട്ടിട്ട് അച്ഛന്റെ കൂടെ തിരികെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി അവന്റെ റൂമിലുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്ത് അതിനുള്ളിൽ തുണിയും പേപ്പറെല്ലാം വെച്ച് ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയുള്ള ഒരു ഇൻക്യുബേറ്റർ റെഡിയാക്കി അതിൽ ആ മുട്ട വെക്കുന്നു. ശേഷം വെള്ളമെല്ലാം സ്പ്രേ ചെയ്തിട്ട് ആ മുട്ട വിരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് 2 ദിവസങ്ങൾ കഴിയുന്നു. എന്നാൽ അപ്പോഴും ആ മുട്ടയ്ക്ക് ഒരു മാറ്റവുമില്ല. അപ്പോൾ അവന്റെ അച്ഛൻ അവനെ ക്യാമ്പിങ്ങിന് പോകാൻ വിളിക്കുന്നു. അവനും ആ മുട്ടയുടെ മേലെ വീണ്ടും വെള്ളം സ്പ്രേ ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ പെട്ടെന്ന് മുട്ട അനങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവനും അച്ഛനും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ശേഷം കുറച്ചുനേരം കഴിഞ്ഞ് റൂമിനുള്ളിലേക്ക് സൂര്യപ്രകാശം വരാൻ തുടങ്ങുന്നു. അങ്ങനെ ചൂട് വീണ്ടും കൂടി അവസാനം ആ മുട്ട വിരിയാൻ തുടങ്ങുന്നു. ഉള്ളിലുള്ള താറാക്കുട്ടിയും മുട്ട കുറച്ചായി പൊട്ടിച്ച് അവസാനം മുട്ട വിരിഞ്ഞ് അതിനുള്ളിൽ നിന്നും ഭംഗിയുള്ള ഒരു താറാക്കുഞ്ച് വെളിയിലേക്ക് വരുന്നു. ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി കീബോർഡിലെല്ലാം പോയി ചവിട്ടുന്നു. ശേഷം അവിടെ നിന്നും സ്ലിപ്പായി താഴെ വീഴുന്നു. ഭാഗ്യത്തിനൊരു ഹെൽമറ്റിനുള്ളിലേക്കാണ് വീണത്. ശേഷം അവിടെയുള്ള ഒരു തുണിയിലൂടെ ഉരുതി വലത്തേക്കെത്തുന്നു. എന്നിട്ട് നിലത്ത് കിടക്കുന്ന ഒരു സ്വെറ്ററിനുള്ളിൽ കുടുങ്ങി അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. അതറിയാതെ ക്യാമ്പിങ്ങിന് പോയി തിരിച്ചെത്തിയ അവന്റെ അച്ഛൻ ആ സ്വെറ്റർ എടുത്ത് തുണിയെല്ലാം വെക്കുന്ന ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഇടുന്നു. ആ താറാക്കുട്ടിയും ഇപ്പോൾ സ്വെറ്ററിനുള്ളിൽ നിന്നും തല മാത്രം പുറത്തേക്കിട്ടിരിക്കുകയാണ്. എന്നാൽ അതറിയാതെ അച്ഛൻ വീണ്ടും ഒരു ഡ്രസ്സ് എടുത്ത് അതിന് മുകളിലേക്ക് ഇടുന്നു. ശേഷം ആ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ടുപോയി വാഷിംഗ് മെഷീൻ അടുത്ത് വെച്ച് എല്ലാ തുണിയും എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് അത് ഓണാക്കുകയും ചെയ്യുന്നു. അത്ര തന്നെ. ആ താറാക്കുട്ടി ചത്തുപോയെന്ന് വിചാരിച്ചാൽ ഭാഗ്യത്തിന് അത് ബാസ്ക്കറ്റിലുള്ള ഒരു ഹോൾ വഴി പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. ശേഷം ആ ചെറിയ പയ്യൻ തന്റെ റൂമിലേക്ക് വന്ന് നോക്കുന്നു. നോക്കിയാലോ മുട്ട വിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആ റൂം മുഴുവനും താറാക്കുട്ടിയെ തെരയുന്നു. ശേഷം വാഷിംഗ് മെഷീൻ ഓടുന്നത് കേട്ടിട്ട് അതിനടുത്തുള്ള തുണിയിലെല്ലാം പോയി നോക്കുന്നു. അപ്പോൾ അവന്റെ തൊട്ടടുത്തുകൂടെ തന്നെ താറാക്കുട്ടി പോകുന്നുണ്ട്. എന്നാൽ അവൻ അതിനെ കാണുന്നേയില്ല. ശേഷം അതൊരു ജനലിനടുത്ത് പോയി നിൽക്കുന്നു. ഇപ്പോഴാണ് ആ താറാക്കുട്ടി ആദ്യമായി പുറം ലോകം തന്നെ കാണുന്നത്. അവസാനം ഒരു വഴിക്ക് അവൻ ആ താറാക്കുട്ടിയെ കണ്ടെത്തി അവസാനം വരയ്ക്കും അവൻ അതിനെ സന്തോഷത്തോടെ വളർത്തുന്നു.